നമസ്കാരം. ശശി തരൂർ കോൺഗ്രസിലാണ് നിൽപ്പെങ്കിലും കൂറ് മുഴുവൻ BJP-യോടാണ്. അത് പലതവണ തന്റെ നിലപാടുകളിലൂടെ വ്യക്തമാക്കിയതാണ്. അതിന്റെ പേരിൽ കോൺഗ്രസിനുള്ളിലെ വേർതിരിവും ഒഴിവാക്കലുകളും വേണ്ടതുപോലെ തരൂർ നേരിടുന്നുണ്ട്. അപ്പോ മോദി എന്ന നട്ടലുള്ള മനുഷ്യനെ കുറിച്ച് പറയാൻ തരൂരിന് 100 നാവാണ്. പലപ്പോഴും എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അതായത് മോദി സ്തുതി എപ്പോഴൊക്കെ പറയുന്നുവോ അപ്പോഴൊക്കെ കോൺഗ്രസ് നേതൃത്വം തരൂരിന്റെ നാവടപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. നടന്നില്ല. ഇപ്പോ അതാ തരൂരിനെതിരെ അടുത്ത വിവാദവും, അതായത് 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരുക്കിയ വിരുന്നിനെ ചൊല്ലിയാണ് വിവാദം ഉടലെടുത്തത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കി ശശി തരൂർ എംപിക്ക് മാത്രം ക്ഷണം ലഭിച്ചതാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വിവാദമാവുന്നത്. അതായത് ബാക്കിയുള്ള നേതാക്കളെല്ലാം അവഗണിച്ച് തരൂരിനെ വിളിച്ചപ്പോഴുണ്ടായ ഒരു ചൊറിച്ചിൽ, അത്രയേ ഉള്ളൂ. അതായത് പ്രതിപക്ഷ നേതാക്കളായ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും വിരുന്നിലേക്ക് കേന്ദ്ര സർക്കാർ ക്ഷണിച്ചിരുന്നില്ല. എന്നാൽ കോൺഗ്രസ് നേതൃത്വവുമായി പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസമുള്ള ശശി തരൂർ എംപിയെ മാത്രം ക്ഷണിച്ചതിലാണ് പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ ക്ഷണിച്ചതെന്ന് അറിയില്ലെന്നും തീർച്ചയായും വിരുന്നിൽ പങ്കെടുക്കുമെന്നുമായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. പുടിന്റെ സന്ദർശനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശശി തരൂർ മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു. പരിപാടിയിൽ തീർച്ചയായും പങ്കെടുക്കുമെന്നായിരുന്നു തരൂർ വ്യക്തമാക്കിയത്. ഇതോടെയാണ് വിമർശനവുമായി മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത്. സർക്കാർ എല്ലാ പ്രോട്ടോകോളുകളും ലംഘിച്ചതായാണ് കോൺഗ്രസ് നേതാവ് പവൻ ഖേരെ ആരോപിച്ചത്. മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരെ ക്ഷണിക്കാത്തതിൽ അത്ഭുതം തന്നെയാണെന്ന്. പക്ഷേ ഇക്കാര്യത്തിൽ അതിശയിക്കേണ്ടതായി ഒന്നുമില്ല എന്നാണ്. ഈ സർക്കാർ എല്ലാ പ്രോട്ടോകോളുകളും ലംഘിക്കുന്നത് പതിവാണ് എന്നാണ് പവൻ ഖേരയുടെ മറുപടി. മോദി സർക്കാർ എന്തുകൊണ്ടാണ് ഈ കളി കളിക്കുന്നതെന്ന് തരൂർ മനസ്സിലാക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ക്ഷണം അയച്ചതും ക്ഷണം സ്വീകരിച്ചതും വളരെ ആശ്ചര്യകരമാണ്. എന്തുകൊണ്ടാണ് ഈ കളിയുടെ ഭാഗമാകരുതെന്ന് നമ്മൾ തിരിച്ചറിയണമെന്നാണ് അദ്ദേഹത്തിന് നൽകുന്ന താക്കീത്, അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു താക്കീത്. വിദേശത്തു നിന്ന് എത്തുന്ന രാഷ്ട്ര തലവന്മാരുമായി പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തുന്ന പാരമ്പര്യം കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയപ്പോഴായിരുന്നു ഈ വിവാദങ്ങൾ. എന്തായാലും സന്ദർശനത്തിനെതിരെ മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സംരംഭങ്ങളെ ഇന്ത്യയുടെ സാങ്കേതികമായി പരമാധികാരമുള്ള രാജ്യമായി മാറുകയാണെന്നും പുടിൻ പ്രശംസിച്ചിരുന്നു. ഇന്ത്യയുമായുള്ള വിവിധ മേഖലകളിലെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനാണ് റഷ്യ ലക്ഷ്യമിടുന്നതെന്നും ഇന്ത്യയിൽ നിന്ന് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങുന്നത് വർദ്ധിപ്പിക്കുമെന്നും റഷ്യൻ വ്യക്തമാക്കുന്നു. എന്തായാലും പുടിന്റെ ഈ വിരുന്നിൽ തരൂരിനെ പങ്കെടുപ്പിച്ചതോടെ തരൂരിന്റെ BJP-യിലേക്കുള്ള ചാട്ടം ഉറപ്പായി. അതായത് മോദി പറഞ്ഞു കഴിഞ്ഞാൽ തരൂർ BJP-യിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. കോൺഗ്രസിനുള്ളിലെ ചവിട്ടിത്താഴ്ത്തലുകളും ഇകഴ്ത്തലുകളും എല്ലാം കുറച്ചു കാലത്തേക്ക് കൂടി മാത്രമേ തരൂർ സഹിക്കൂ എന്നാണ് റിപ്പോർട്ട്.